പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച പരിഗണിക്കുമെന്നാണ് അറിയുന്നത്. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, ഇപ്പോൾ ബുധനാഴ്ചയാണ് പരിഗണിക്കുക, തിങ്കളാഴ്ച പരിഗണിക്കുമെന്ന സൂചനയായിരുന്നു നേരത്തെ കിട്ടിയിരുന്നത്. അപ്പോൾ ബുധനാഴ്ചത്തേക്ക് നീട്ടിയിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? രാഹുൽ, അതായത് ലൈംഗിക അതിക്രമ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെയാണ് മുൻകൂർ ജാമ്യം തേടി തിരുവനന്തപുരം സെഷൻസ് കോടതിയെ, പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത്. ഈ ജാമ്യാപേക്ഷ ബുധനാഴ്ചയാണ് കോടതി പരിഗണിക്കുക. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഇതിൽ പ്രോസിക്യൂഷൻ പോലീസിനോട്, അതായത് നേമം പോലീസിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. നേമം പോലീസിന്റെ SITയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. SITയുടെ റിപ്പോർട്ട് കൂടി വന്നതിന് ശേഷം പ്രോസിക്യൂഷൻ കോടതിയിൽ നിലപാടറിയിക്കുകയും ചെയ്യും. സ്വാഭാവികമായും അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തായിരിക്കും നിലപാടറിയിക്കുക. കാരണം നിരവധിയായ തെളിവുകൾ ഇതിലുണ്ട് എന്നടക്കമുള്ള നിലപാടാണ് അവർ എടുക്കുകയും ചെയ്യുന്നത്, പ്രോസിക്യൂഷൻ സ്വീകരിക്കുന്നത്. ആ നിലപാട് തന്നെ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ആവർത്തിക്കുകയും ചെയ്യും. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആവർത്തിക്കുകയും ചെയ്യും. തനിക്ക് ഇത് ഉഭയകക്ഷി സമ്മതപ്രകാരമുണ്ടായിരുന്ന ഒരു ലൈംഗിക ബന്ധമാണ് എന്നും താൻ കുറ്റകൃത്യമൊന്നും ചെയ്തിട്ടില്ല എന്ന കാര്യവും, മാത്രമല്ല ഇത് ഈ യുവതിക്ക്, പരാതിക്കാരിക്ക് ഇക്കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം നല്ല ധാരണയുണ്ടായിരുന്നു. രാഷ്ട്രീയ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് CPIഎമ്മും BJPയുമാണ് ഈ യുവതി പരാതി നൽകാനുള്ള കാരണം എന്നടക്കമുള്ള ആക്ഷേപങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ ഹർജിയിൽ ഉന്നയിച്ചിരുന്നത്, മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉന്നയിച്ചിരുന്നത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നലെയാണ് കോടതിയിൽ നൽകിയത്. ഇതിലാണ് പ്രോസിക്യൂഷൻ പോലീസിനോട് റിപ്പോർട്ട് തേടിയത്. ആ പോലീസിന്റെ റിപ്പോർട്ട് കൂടി വരുന്നത് ബുധനാഴ്ചയായിരിക്കും. ആ ബുധനാഴ്ച തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയും ചെയ്യും. ശരി, രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച പരിഗണിക്കാനാണ് തീരുമാനം. പ്രോസിക്യൂഷൻ പോലീസിനോട് റിപ്പോർട്ട് തേടിയിരിക്കുന്ന വിവരമാണ് ശ്യാം നൽകുന്നത്.